നന്ദി, ഞാൻ സ്നാനം ചെയ്യാൻ പോവുകയാണ്. നീ കവാടത്തിൽ കാവൽ നിൽക്കണം, മനസ്സിലായോ? പിന്നെ ശ്രദ്ധ വേണം, ആരെയും അകത്തു വിടരുത്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അകത്തു വരാൻ ആര് ധൈര്യപ്പെടും? ആ ശരി, ശ്രദ്ധ വേണം. ക്ഷമിക്കണം ഭഗവാൻ, അകത്തു പോകാൻ അനുവാദമില്ല. എന്തു പറഞ്ഞു? അകത്തു പോകാൻ അനുവാദമില്ലെന്നോ? നിന്റെ സ്വയം ബുദ്ധിയും ചേതനയും നഷ്ടപ്പെട്ടോ? നീ അറിയുന്നുണ്ടോ എന്തു പറഞ്ഞു, ആരോട് പറയുന്നുവെന്ന്? ഞാൻ ദേവാദിദേവൻ ശിവശങ്കരനോട് പറയുകയാണ്. മഹാദേവിയുടെ ആജ്ഞയനുസരിച്ച് പറയുകയാണ്. ദേവിയുടെ ആജ്ഞയാണ് അന്യരെ അകത്ത് കടത്താൻ പാടില്ലെന്ന്. വിഡ്ഢി, നീ എന്നെയും അന്യരിൽ ഉൾപ്പെടുത്തുന്നോ? ഞാൻ മഹാദേവിയുടെ പതിയാണ്. ഈ സത്യം സമ്പൂർണ്ണ ജഗത്തിലും അറിയാം സ്വാമിൻ. പക്ഷേ ഞാൻ മഹാദേവിയുടെ ആജ്ഞ പാലിക്കുകയാണ്. മഹാദേവിയുടെ ആജ്ഞ മാത്രം പാലിച്ചാൽ മതിയോ? മഹാദേവന്റെ വേണ്ടെന്നോ? തീർച്ചയായും പാലിക്കും. എന്നാൽ ഞാൻ ഇത് ആജ്ഞാപിക്കുന്നു, മാർഗത്തിൽ നിന്ന് മാറ്. അങ്ങനെ ആജ്ഞാപിക്കരുത് ഭഗവാൻ. മഹാദേവിയുടെ ആജ്ഞ എതിർക്കാനാകുമോ? എന്റെ സേവകനാണത്രേ, എന്നെ സ്വാമി എന്ന് പറയുന്നു. ആജ്ഞ പാലിക്കുന്നതോ മഹാദേവിയുടെ. ഞാൻ രണ്ടുപേരുടെയും സേവകനാണ്. എന്നെ ധർമ്മസങ്കടത്തിൽ ആക്കല്ലേ ഭഗവാൻ. ശരി, ധർമ്മസങ്കടത്തിൽ വീഴ്ത്തുന്നില്ല, തള്ളി വീഴ്ത്തും ഞാൻ. മാറി നിൽക്ക്. ദേവി പാർവതി, ക്ഷമിക്കണേ. അമ്മ എന്താണ് ആലോചിക്കുന്നത്? കാർത്തികേയൻ, നീ എവിടെയായിരുന്നു? ഞങ്ങളെ കുറിച്ച് നിനക്ക് ചിന്തയേ ഇല്ല. ഞാൻ നിന്നെ കുറിച്ച് വിഷണ്ണയായിരുന്നു. നിനക്ക് എന്നെ കുറിച്ച് അല്പം പോലും ചിന്തയില്ല. എന്നെ വിട്ട് അവിടെയും ഇവിടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറയൂ, എവിടെയായിരുന്നു നീ? ഞാൻ ഇവിടെ ഉണ്ട്. അമ്മയെ വിട്ട് എവിടെ പോകാനാ? എന്താണ് ആലോചിക്കുന്നത് ദേവി പാർവതി? ആശ്ചര്യം, മഹാശ്ചര്യം. നീ ഇതുവരെ സ്നാനം ചെയ്തില്ലേ? ഇതെന്താണ് സ്വാമി? എന്തേ, എന്തു പറ്റി? അങ്ങിങ്ങനെ സ്നാനഘട്ടത്തിൽ കയറി വന്നാൽ ഞാൻ ഭയപ്പെട്ടു പോകില്ലേ? സ്വന്തം പതിയെ ഭയപ്പെടുകയോ? ഇതെന്താണ്? ഒരു പതിക്ക് എപ്പോഴും എവിടെയും കടന്നു ചെല്ലാൻ അധികാരമുണ്ട്. അധികാരം? അധികാരത്തിന് സീമയും സന്ദർഭവുമുണ്ട്. സ്വാമി, അങ്ങ് പോയാലും ഞാൻ സ്നാനം ചെയ്യട്ടെ. നിന്റെ ഇച്ഛ പോലെ. നന്ദി, നന്ദി! ആജ്ഞാപിച്ചാലും ദേവി. ആജ്ഞയല്ല, ചോദിക്കുകയാണ്. ഞാൻ സ്നാനം ചെയ്യുകയാണെന്ന് നിനക്ക് അറിഞ്ഞിരുന്നിട്ട് കൂടി നിന്റെ സ്വാമി അകത്ത് വരുന്നത് എന്തുകൊണ്ട് തടഞ്ഞില്ല? തടഞ്ഞു, തടഞ്ഞു ദേവി. തടഞ്ഞെന്നോ? ആരെ തടഞ്ഞു? ആരാണ് തടഞ്ഞത്? അദ്ദേഹം അകത്ത് വന്നുവല്ലോ, പിന്നെ ആരെയാണ് നീ തടഞ്ഞത്? ഇങ്ങനെയാണോ തടയുന്നത്? ഞാൻ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചതാണ്. അദ്ദേഹത്തോട് ഇതും പറഞ്ഞു, ദേവി പാർവതി സ്നാനം ചെയ്യുകയാണെന്ന്. അകത്തു പോകല്ലേ വിശ്വനാഥ. പക്ഷേ എന്തു പക്ഷേ? പക്ഷെ അദ്ദേഹം എന്നെ തട്ടിമാറ്റി അകത്ത് കടന്നു. അപ്പോൾ പിന്നെ എനിക്ക് എന്താണ് ചെയ്യാനാവുക? അദ്ദേഹം എന്റെ സ്വാമിയാണ്, ഞാൻ സേവകനും. നീ അദ്ദേഹത്തിന്റെ സേവകനാണ്. എന്റെ സേവകനായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ തള്ളി നീക്കി അദ്ദേഹം അകത്ത് വരുമായിരുന്നോ? ഇങ്ങനെ അകത്ത് വരുവാൻ നീ അനുവദിക്കുമായിരുന്നോ? പറയൂ, ഉത്തരം പറയൂ. ഞാനും പറഞ്ഞിരുന്നു ദേവി സ്നാനം ചെയ്യുകയാണെന്ന്. പക്ഷെ മഹാദേവൻ അത് ശ്രദ്ധിച്ചതേയില്ല. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ തടയും? ദേവി, ദേവാദിദേവനെ തടഞ്ഞു നിർത്തുവാൻ ആർക്കാണ് കഴിയുക? നിങ്ങളെല്ലാം വിവശരും നിസ്സഹായരുമാണ്. നിങ്ങളെല്ലാം ഇവിടെ നിന്ന് പോകൂ. ഞങ്ങൾ പോകുന്നത് കൊണ്ട് പ്രശ്നം തീരുമോ? എന്ത് പ്രശ്നമാണ്? സുരക്ഷയുടെ പ്രശ്നം. നാളെ വീണ്ടും ഇത്തരം സംഭവം ആവർത്തിച്ചേക്കാം. മഹാദേവൻ അവിടുത്തെ പതിയാണ്. അതുകൊണ്ട് ഈ സംഭവം അത്ര കാര്യമാക്കണ്ട. അന്യരായിരുന്നെങ്കിൽ ഇനി ഭാവിയിൽ അങ്ങനെ സംഭവിച്ചാൽ സുരക്ഷയ്ക്കുള്ള സംവിധാനം ആവശ്യമാണ്. കർശന സുരക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വ്യക്തിയെ തന്നെ നിയമിക്കണം. ഇവിടെയുള്ള മഹാദേവന്റെ ഗണങ്ങളാണ് അദ്ദേഹത്തിന്റെ സേവകർ. അവിടുത്തേക്ക് ഗണങ്ങളില്ല അവിടുത്തെ സേവിക്കാനായി.
നന്ദി അവിടുത്തെ സേവകനായിരുന്നെങ്കിൽ മഹാദേവനെ ഇത്ര എളുപ്പം അകത്ത് വിടുമായിരുന്നോ? സ്വാമിയോടുള്ള സ്വാമി ഭക്തിയിൽ സ്വാമിനിയുടെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് അവൻ വിസ്മരിച്ചു. നിങ്ങൾ പറയുന്നത് ശരിയാണ്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അല്പം കൂടി ആലോചിക്കേണ്ടതുണ്ട്. ആലോചിക്കുകയല്ല, പ്രവർത്തിക്കുക തന്നെ വേണം. അങ്ങ് കുമാരൻ കാർത്തികേയനെ സുരക്ഷയുടെ കാര്യം ഏൽപ്പിക്കണം. അവിടുത്തെ പ്രിയപുത്രനല്ലേ? കാർത്തികേയൻ അവൻ ആദ്യം ശിവപുത്രനാണ്, പിന്നെ മാതാവിന്റെ പുത്രൻ. പിന്നെ അവൻ ഒരിടത്ത് വസിക്കുന്നതേയില്ല, അങ്ങുമിങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ വിഷയത്തിൽ ഒരു ഉപായം കണ്ടെത്തണം. പാർവതി, ആരാണ് നിങ്ങൾ? ഇതെന്തൊരു ചോദ്യമാണ്? സ്വയം അറിയില്ലെന്നോ? ഞാൻ? നിങ്ങൾ? അതെ, നീ എൻ്റെ സഗുണരൂപമാണ്, ഞാൻ നിന്റെ നിർഗുണരൂപവും. ശക്തി ശിവ. അപ്പോൾ ഏകാകാരമായ രൂപം ഭിന്നമായതെന്തിന്? ലീലകൾ രചിക്കാനായി. ലീല? എന്തു ലീല? ലോക നന്മയ്ക്കായി, ജനഹിതത്തിനായി. ആരു രചിക്കും ഈ ലീല? നിന്റെ പുത്രൻ. ആര്? കാർത്തികേയൻ. കാർത്തികേയൻ ശിവപുത്രനാണ്. അവൻ നിന്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചവനല്ല. അവൻ നിന്റെ പുത്രനായിട്ടുകൂടി നിന്റെ അല്ല. അവൻ എന്റെ പുത്രനല്ലെന്നോ? ആണ്, പക്ഷെ അല്ല താനും. പുത്രൻ മാതാവിന്റെ രക്ഷകനാകണം, സഗുണമാതാവിന്റെ. നീ സഗുണമാതാവാണ്. കാർത്തികേയൻ ഭ്രമണപ്രിയനാണ്. മയിൽ അവന്റെ വാഹനമാണ്. അവൻ ഒരു സ്ഥലത്ത് സ്ഥിതനാകാനാകില്ല. അപ്പോൾ വേറെ ഉപായം എന്താണ്? സൂക്ഷ്മ ജഗത്ത് ഉപായങ്ങളാൽ പൂരിതമാണ്. അവയെ സ്ഥൂല ജഗത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എങ്ങനെ? സ്വന്തം സങ്കല്പം കൊണ്ട്. സങ്കല്പം കൊണ്ട് സ്വന്തം ദേഹത്തിൽ നിന്ന് സ്വന്തം പുത്രന് ജന്മം നൽകണം. അവൻ നിന്റെ പുത്രനാകും. നിന്റെ ശരീരത്തിന്റെ തേജോപുഞ്ചത്തിൽ നിന്ന് ഉത്ഭവിച്ചത് കാരണം അദ്ഭുതവും വിലക്ഷണനുമാകും. അദ്ഭുതവും ഒപ്പം വിലക്ഷണവും? അതെ, വിവിധ ലക്ഷണങ്ങളാൽ പൂർണ്ണവും അദ്ഭുതവും. അവനു സമാനനായി ജഗത്തിൽ മറ്റൊരു പുത്രനും ഉണ്ടാകില്ല. സർവ ജഗത്തും അവനെ ബഹുമാനിക്കും.
പ്രണാമം മാതാവേ. എന്റെ പുത്രൻ വത്സ, നീ എന്റെ പുത്രനാണ്. നാം തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. കാരണം ജഗത്തിലുള്ളത് മാതാവും പുത്രനുമാണ്. ഞാൻ നിന്റെ മാതാവും നീ എന്റെ പുത്രനുമാണ്. ബന്ധവും അതിന്റെ ആഴവും എനിക്ക് മുൻപേ അറിയാമായിരുന്നു മാതാവേ. അതിനാലാണ് ഞാൻ അങ്ങയെ മാതാവെന്ന് പറഞ്ഞ് പ്രണമിച്ചത്. ഇനി അങ്ങ് പറഞ്ഞു തന്നാലും. എന്റെ നാമം എന്താണ്? ഗണേശൻ. ഗണേശൻ എന്നാണ് നിന്റെ പേര്. ഗണങ്ങളിൽ ശ്രേഷ്ഠൻ, ഗണങ്ങളുടെ ഈശൻ. ഞാൻ അങ്ങയെ തനുവും മനസ്സും പ്രാണനും പ്രേമവും കൊണ്ട് സേവിക്കും മാതാവേ. നീ എന്നെ സേവിക്കുമെന്നോ? തീർച്ചയായും സേവിക്കും. മാതാവിനേക്കാൾ പുത്രനോടടുത്ത് വേറെ ആരാണുള്ളത്? ഈ ബന്ധത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി പുത്രന്റെ കർത്തവ്യമാകുന്നു അവന്റെ മാതാവിനെ സേവിക്കുക എന്നത്. ഞാനും അത് തന്നെ ചെയ്യാം. ഇതാ ദണ്ഡ്. ഇതെന്തിനാണ് മാതാവേ? ഈ ദണ്ഡ് കൊണ്ട് നീ ദണ്ഡന നൽകണം. ആരാണോ അനധികാരമായി അല്ലെങ്കിൽ എന്റെ ആജ്ഞ കൂടാതെ എന്റെ മുറിയിൽ പ്രവേശിക്കുവാനായി ശ്രമിക്കുന്നത് അയാളെ. ആജ്ഞ പോലെ മാതാവേ. നീ ശ്രദ്ധാപൂർവം ഇവിടെ കാവൽ നിൽക്കണം. ആരും അകത്ത് പ്രവേശിക്കാൻ പാടില്ല. അവിടുത്തെ ആജ്ഞ പാലിക്കുക തന്നെ ചെയ്യും മാതാവേ. Namah Shivaya. Om 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 Namah Shivaya.